ബജറ്റ് ദിവസം മാർക്കറ്റിൽ ഒരു വലിയ ഇടിവ് നമ്മൾ കണ്ടതാണ്. ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടി സ്റ്റോക്സുകൾ സെല്ല് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ആ ഒരു ലോസ് കണ്ടപ്പോൾ പലർക്കും ഒരു വലിയ പേടി തന്നെയായിരുന്നു. ആഴ്ച തീരാറായപ്പോഴേക്കും ഇന്ത്യ US ട്രേഡ് ഡീലിന്റെ ന്യൂസ് വന്നതോടെ പെട്ടെന്നുള്ള ഒരു റിക്കവറി കാണിച്ചു. അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുള്ള ചോദ്യം ഇതാണ്: അടുത്ത ആഴ്ച ഇത്തരത്തിലുള്ള ഒരു വോളറ്റാലിറ്റി വീണ്ടും തുടരുമോ, അതോ മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ, അല്ലെങ്കിൽ വലിയ റിക്കവറിയുമായിട്ട് മുകളിലേക്ക് വരുമോ? അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. വെൽക്കം ടു ദ വീക്ക്ലി റൗണ്ട്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ തന്നെയായിരുന്നു. യൂണിയൻ ബഡ്ജറ്റ് ആയിരുന്നു വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്. ബജറ്റിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ച ചില അനൗൺസ്മെന്റുകളും വരികയുണ്ടായി. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിന് മുകളിലുള്ള STT കൂട്ടിയത് മാർക്കറ്റിന് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. ബജറ്റ് ദിവസം തന്നെ, അതായത് ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച, ആ ഒരു സ്പെഷ്യൽ സെഷനിൽ നിഫ്റ്റിയിൽ ഒരു വലിയ ഇടിവ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ആഴ്ചയുടെ തുടക്കത്തിലെ ആ ഒരു തകർച്ച പിന്നീട് ട്രേഡ് ഡീലിന്റെ ആ ഒരു ന്യൂസോട് കൂടി തിരിച്ചു കയറുന്നതാണ് കണ്ടത്. നിഫ്റ്റി 50 ഏതാണ്ട് 25,693 എന്ന ലെവലിലും സെൻസെക്സ് 83,580 എന്ന ലെവലിലുമാണ് ട്രേഡ് അവസാനിപ്പിച്ചത്. ഈ ഒരു വോളറ്റാലിറ്റിക്കിടയിൽ മാർക്കറ്റിലെ ഫിയർ ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് ബജറ്റ് ദിവസം 11% കൂടുതൽ കയറി ഏതാണ്ട് 15 മുകളിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. മാർക്കറ്റിലെ അൺസർട്ടനിറ്റി കൂടുന്നതിന്റെ ഒരു സൈനായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞത്. പിന്നീട് മാർക്കറ്റ് ഒന്ന് കൂളായപ്പോൾ വിക്സ് താഴേക്ക് വന്നെങ്കിലും ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു പേടി മുഴുവനായിട്ടും മാറിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. മാർക്കറ്റിന് ഒരു വലിയ പ്രഷർ FIAയുടെ സെല്ലിങ്ങിൽ നിന്നുണ്ടായി. ബജറ്റ് ദിവസം FIAസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപോലെ സെല്ലേഴ്സായി മാറിയതാണ് ഒരു വലിയ വീഴ്ചയ്ക്ക് കാരണമായത്. എങ്കിലും DIAയുടെ തുടർച്ചയായിട്ടുള്ള ബൈയിങ് മാർക്കറ്റിന് ഒരു സപ്പോർട്ടായിട്ട് പിന്നീട് കാണുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. അടുത്ത ആഴ്ച നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എന്ത് സംഭവിക്കും, ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ലെവൽസ്? നിഫ്റ്റി 50യെ സംബന്ധിച്ച് അടുത്ത ആഴ്ച വളരെ ക്രൂഷ്യലാണ്. നിഫ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരുന്നത് 25,500-നും 25,700-നും ഇടയിലാണ്. ഈ ഒരു ലെവൽ പിടിച്ചു നിർത്താൻ നിഫ്റ്റിക്ക് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഓൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതായത് ഓരോ ഇടിവിലും വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് ബാങ്കിങ് സ്റ്റോക്കുകളിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മൂവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബാങ്ക് നിഫ്റ്റിയേക്കാൾ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഒരു റെക്കോർഡ് ഹൈയിൽ എത്തിയ ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. 60,000 ലെവലിന് മുകളിൽ അങ്ങനെ ബാങ്ക് നിഫ്റ്റിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം വളരെ നല്ല ഒരു ലെവലാണ് ഉള്ളത് എന്ന് തന്നെ മനസ്സിലാക്കാം. അടുത്ത ആഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് ഈ ഒരു 60,000 ലെവൽ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ലെവലിന് മുകളിൽ ഒരു അപ്മൂവ് തുടരാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബജറ്റ് അനൗൺസ്മെന്റിന് ശേഷം ചില സെക്ടറുകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിനുശേഷം വന്ന ഇന്ത്യ US വ്യാപാര കരാറിലും വളരെ നല്ല നേട്ടമുണ്ടാക്കാൻ പല സ്റ്റോക്കുകൾക്കും കഴിഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് പ്രകാരം ഡൊണാൾഡ് ട്രംപ് ആ ഒരു ഇന്ത്യ US ഡീലിൽ ഒപ്പുവെച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല പോസിറ്റീവ് മൊമെന്റം ലഭിക്കേണ്ട ഒരു അവസരമാണ് ഇനി മുമ്പോട്ടുള്ളത് എന്ന് തന്നെയാണ് കാഴ്ചപ്പാട്. ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് ഡിഫൻസ്, എനർജി, റിയാലിറ്റി പോലുള്ള സെക്ടറുകളിൽ ഒരു ഇൻട്രസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ FMCG, PSU ബാങ്ക് സെക്ടേഴ്സ് ഒക്കെ ബജറ്റ് ദിവസം ഒരു 4% വരെ ലോസ് കാണിക്കുന്നത് നമ്മൾ കണ്ടു. IT സെക്ടർ ആണെങ്കിൽ ഗ്ലോബലി ഉള്ള ഇഷ്യൂസ് കാരണം കഴിഞ്ഞ ആഴ്ചയും വല്ലാത്തൊരു പ്രഷറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തായിട്ട് കേരളത്തിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്: സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇനി എന്ത്? കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്റ്റോക്കുകളിൽ ഏകദേശം 19% ഒരു വലിയ ഇടിവാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ CEO PR ശേഷാദ്രി അടുത്ത ടേമിലേക്ക് താനില്ല എന്ന് പറഞ്ഞതാണ് ഈ ഒരു വീഴ്ചയ്ക്ക് ഒരു മെയിൻ റീസൺ ആയിട്ട് മാർക്കറ്റിൽ കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ല വോളറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ ട്രേഡർമാർ വളരെ ശ്രദ്ധിക്കണം. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബാങ്കിന്റെ ഫണ്ടമെന്റൽസ് ഇപ്പോഴും സ്ട്രോങ് ആണ്. ഒരു ഇടിവ് പക്ഷേ കൂടുതൽ സ്റ്റോക്സ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ജനുവരിയിൽ ബാങ്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും പുതിയ CEO ആരായിരിക്കും, അദ്ദേഹത്തിന്റെ പോളിസീസ് എന്തായിരിക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്റ്റോക്കിന്റെ ഫ്യൂച്ചറിലെ പെർഫോമൻസ്. അടുത്ത ആഴ്ച മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഡിവിഡൻഡ്, റിസൾട്ട്, കോർപ്പറേറ്റ് ആക്ഷൻ, IPO തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റിലെ ചില നല്ല ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്ന സ്റ്റോക്കുകളാണിത്.
ഇപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ബൈ ചാൻസ് നമ്മളുടെ ഈ സ്റ്റോക്കുകളിൽ പലതും നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ വരുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് കിട്ടുന്ന ചില പ്രോഫിറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കും. ആദ്യമായിട്ട് നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ നോക്കാം. അടുത്ത ആഴ്ച എക്സ് ഡേറ്റ് വരുന്ന ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ നല്ല ഡിമാൻഡ് കാണാൻ സാധ്യതയുണ്ട്. ഡിവിഡൻഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഷോർട്ട് ടേം ട്രേഡേഴ്സിനും ഇത് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. എക്സ് ഡേറ്റിന് മുമ്പ് പ്രൈസ് മൂവ് ഉണ്ടായേക്കാം. എക്സ് ഡേറ്റ് കഴിഞ്ഞാൽ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതും സാധാരണയാണ്. അടുത്ത ആഴ്ച വരുന്ന ഡിവിഡൻഡ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആരതി ട്രക്സ്, ഭാരത് ഡൈനാമിക്സ്, കോൺകോർ, ത്രിവേണി ടർബൈൻ, പവർ ഗ്രിഡ്, SCI ട്രസ്റ്റ്, ജൂബിലന്റ് എൻഗ്രേവിയ, TSF ഇൻവെസ്റ്റ്മെന്റ്, ഇവയൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ കൂടി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് റിസൾട്ട് സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ റിസൾട്ടിന്റെ ഒരു സീസണാണ്. അടുത്ത ആഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്ന സ്റ്റോക്കുകളിൽ പ്രീ റിസൾട്ട് മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. നമ്പർ സ്ട്രോങ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസും ഈ സ്റ്റോക്കുകളിൽ കാണാൻ കഴിയും. റിസൾട്ട് വീക്ക് ആകുമ്പോൾ ഒരു ഷാർപ്പ് കറക്ഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് സ്റ്റോക്കുകൾ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സോണിലുള്ളതാണ്. തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകളെ കൂടി നമ്മളുടെ ഐ കോണ്ടാക്റ്റിൽ നിർത്തുന്നത് നല്ലൊരു സാധ്യതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ 9 ഫെബ്രുവരി ഭാരത് ബിജ്ലി, GIC ഹൗസിംഗ്, GSK ഫാർമ, ലൈഫ് സയൻസസ്, ബാറ്റ ഇന്ത്യ, റൂട്ട് മൊബൈൽ, ഇവയൊക്കെ 9-ാം തീയതി റിസൾട്ട് വരുന്ന കമ്പനികളാണ്. അതുപോലെ തന്നെ 10-11 തീയതികളിൽ എസാബ് ഇന്ത്യ, നിർലോൺ, യുണൈറ്റഡ് ബ്യൂവറീസ്, M&M, മാക്സ് ഫിനാൻസ്, അമർരാജ ബാറ്ററീസ്, ഇവയൊക്കെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെ കൂടി നമ്മുടെ ഒരു ഐ കോണ്ടാക്റ്റിൽ നിർത്തിയാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ കഴിയും. അടുത്തായിട്ട് കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ്. ബോണസ്, സ്പ്ലിറ്റ്, ബയേഴ്സ്, മെർജർ പോലെയുള്ള കോർപ്പറേറ്റ് ആക്ഷൻ അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ മാർക്കറ്റിൽ പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ IPO സ്റ്റോക്സ്, IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽസും മാർക്കറ്റ് സെന്റിമെന്റ്സും ഗ്രേ മാർക്കറ്റിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. IPO സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഫ്രാക്ടൽ അനലിറ്റിക് ലിമിറ്റഡ് IPO 9-ാം തീയതിയാണ് ഓപ്പൺ ചെയ്തത്. ഒരു പൊട്ടൻഷ്യൽ ലിസ്റ്റിംഗ് വോളറ്റാലിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ IA ഫിനാൻസ് ലിമിറ്റഡ് IPO വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്നത് 9 to 16 ആണ് ആ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവുക. അപ്പോൾ ഒരു ലിസ്റ്റിംഗ് മൂവ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് മൂവ്മെന്റ് നമുക്ക് ഈ ഒരു IPOകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഡെയിലി വീക്ക്ലി മാർക്കറ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫെബ്രുവരി 6 നടന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റിപ്പോ റേറ്റിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ 5.2% തന്നെ നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. മാർക്കറ്റിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുമോ എന്ന് ഇൻവെസ്റ്റേഴ്സ് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ RBI ഗവർണറുടെ സ്പീച്ചിൽ വലിയ മൂവ്സ് ഒന്നും ഉണ്ടാക്കിയില്ല. കൂടാതെ ചില കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും വരാനുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലെ ചലനങ്ങളും FII ഡേറ്റയും അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മെയിൻ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ്. മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ബജറ്റിന് ശേഷമുള്ള വോളറ്റാലിറ്റി തുടരാൻ വലിയ സാധ്യതകളുണ്ട്. നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,450, 25,500 എന്ന സപ്പോർട്ട് നിലനിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലെവലിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി കൺസിഡർ ചെയ്യാവുന്നതാണ്. RBI പോളിസി നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്താതിരുന്നത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇന്ത്യ-US വ്യാപാര കരാറിലെ ആ ഒരു കൺഫർമേഷൻ, ഡൊണാൾഡ് ട്രംപ് ആ ഒരു കരാറിൽ ഒപ്പുവെച്ചത് വലിയൊരു ഇൻഫർമേഷനായിട്ട്, വലിയൊരു ന്യൂസായിട്ട് മാർക്കറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സ്റ്റോക്കുകളിലെ ശ്രദ്ധ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഹൈ വോളറ്റാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഫണ്ടമെന്റൽസ് നോക്കിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. തുടക്കക്കാർ സ്റ്റോക്സിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ETFകളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് അനാലൈസിസ് ചെയ്ത് മാത്രം എടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.